എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം, അതായത് ചിങ്ങം 2024 മുതൽ അടുത്ത 2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ സമയം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഉള്ളത് വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 മുതൽ, അതായത് ചിങ്ങം 2024 മുതൽ അടുത്ത ചിങ്ങമാസം 2025 വരെയുള്ള സമയം ഉത്രം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ സപ്പോർട്ട്, സറണ്ടർ, embrace, revelation, belongings, harmony. വളരെ നല്ല സമയമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം ദൈവാനുഗ്രഹമാണ്. ദൈവാനുഗ്രഹം വേണ്ടുവോളുള്ളൊരു സമയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സൽപ്രവർത്തികൾ ചെയ്യുക, നന്മ ചെയ്യുക, മറ്റുള്ളവരോട് കാരുണ്യം ദയോടുകൂടി പെരുമാറുകയും ചെയ്യാം. അപ്പോൾ അതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹം ഉള്ളതും നിങ്ങൾ അതേസമയം ഈ ഒരു സമയത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് നന്മകൾ ചെയ്യുകയും നല്ല രീതിയിൽ ജീവിതം മറ്റുള്ളവരെ ചതിക്ക് വഞ്ചന ഒന്നും ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിൽ നിങ്ങൾക്കുള്ള ഈ ഒരു ദൈവാനുഗ്രഹം ഇരട്ടി മധുരമായിട്ട് മുന്നോട്ടേക്ക് വരുന്ന വർഷങ്ങളിലേക്കും വ്യാപിച്ച് എന്നെന്നും നിങ്ങൾക്ക് ആ ഒരു ദൈവാനുഗ്രഹം നിലനിർത്താൻ പറ്റും. അത് നിങ്ങളുടെ കൈകളിലാണുള്ളത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഡിവൈൻ സപ്പോർട്ടാണ്. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പല കാര്യങ്ങളും ഇതിനു മുമ്പ് നടക്കാതിരുന്ന പല കാര്യങ്ങളും, നിങ്ങൾ ഒത്തിരി ശ്രമിച്ച് കഠിനാധ്വാനം ചെയ്തിട്ട് പോലും നടക്കാതിരുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ നിങ്ങൾ വലിയ പാടുപെടാതെ വലിയ കഷ്ടപ്പെടാതെ തന്നെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ സ്വയം അത്ഭുതം തോന്നുന്ന പല കാര്യങ്ങളും ഇവിടെ എടുത്തു പറയേണ്ടുന്നതുണ്ട്. കാരണം വിദേശത്ത് പോകാനായിട്ട് അധികം ആഗ്രഹിച്ചിട്ട് ഒത്തിരി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ദുബായിലോ മറ്റ് കുവൈറ്റ് മറ്റേതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ സുഹൃത്തുക്കൾ വഴി വിസ വഴിയൊക്കെ പോയിട്ട് വിസിറ്റിംഗ് വിസയിലൊക്കെ നിന്നിട്ട് ഒത്തിരി പ്രാവശ്യം 2-3 പ്രാവശ്യമൊക്കെ ശ്രമിച്ചിട്ട് അവിടെ ജോലി കിട്ടാതെ തിരിച്ചു പോന്നിട്ടുള്ളവരാണെങ്കിൽ പോലും ഇനി ഒരിക്കൽ ഈ ഒരു വർഷം ശ്രമിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത എന്ന് പറയാം. അതുപോലെ തന്നെ വിദേശത്തേക്ക് ചേക്കേറി പാർക്കാൻ വിദേശവാസ യോഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്ക് ചേക്കേറി പാർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ശ്രമിക്കാവുന്നതാണ്. ഓരോരുത്തരും അവരുടെ ജീവിത സാഹചര്യങ്ങളും മറ്റും അനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങൾ ഓസ്ട്രേലിയ, കാനഡ അല്ലെങ്കിൽ മറ്റ് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കുന്നവർ അത് ഉപയോഗപ്പെടുത്താം. വലിയ രീതിയിൽ സാമ്പത്തികവും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും നോക്കി അനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. അമിതമായിട്ടുള്ള റിസ്കിന്റെ പുറത്ത് പോകരുത്. ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞത് സത്യം തന്നെ. എന്നിരുന്നാലും സാഹചര്യങ്ങളും കൂടി നോക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. സറണ്ടർ എനർജിയാണ് ഇവിടെ. ആ ഒരു പ്രപഞ്ച ശക്തിക്ക് കീഴടങ്ങി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് പറയുന്നു. അതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു കാര്യം ജോലി സംബന്ധമായിട്ടുള്ള കാര്യം ആയിക്കോട്ടെ. നിങ്ങൾ ഇപ്പൊ ഈ ഒരു അടുത്തിടയ്ക്ക് ജോലിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ചു, ഒന്നും നടക്കുന്നില്ല. ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു വരുന്ന വർഷം തുടക്കത്തിൽ തന്നെ പുതിയ പുതിയ ജോലികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം പലപ്പോഴും നമ്മൾ ആ ഒരു സമയത്ത് ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ നല്ല സമയമാണ്. പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ആപ്ലിക്കേഷൻ അയക്കുകയോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയോ മറ്റെന്തുമായിക്കൊള്ളട്ടെ, ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യതകൾ ഏറി നിൽക്കുന്ന സമയമാണ്. അതേപോലെ ഈ വരുന്ന സമയത്ത് നിങ്ങൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അനുകൂലിപ്പിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെയാണ് ബിസിനസ് കാര്യങ്ങളും. കാരണം നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക പവറാണ് ഈ ഒരു സമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സാധ്യമാകുന്ന സമയമായതുകൊണ്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ആ ഒരു വാക്ചാതുര്യം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസിനസ്സിനൊക്കെ വേണ്ടി പിച്ച് ചെയ്യുന്നവർ, ഫണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ നന്നായിട്ട് ശ്രമിക്കുക. സാധ്യതകൾ ഏറെയാണ് നിങ്ങളുടെ ആ ഒരു ബിസിനസ് ഫണ്ടിങ് ഒക്കെ കിട്ടാൻ. പ്രത്യേകിച്ച് വിദേശത്തു നിന്നൊക്കെ ഫണ്ടിങ്ങിന് ശ്രമിക്കുന്നവർക്ക് സാധ്യത വളരെ ഏറി നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു വരുന്ന വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്.
കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ളവര്, കുട്ടികളാവാം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുന്നവര്, ജോലി ആ ഒരു 18 വയസ്സിൽ താഴെയുള്ളവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മാതാപിതാക്കൾക്ക് വളരെ കുട്ടികളിൽ നിന്ന് വളരെയധികം കുട്ടികളെ കൊണ്ട് അഭിമാനിക്കാവുന്ന സമയമാണ്. കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പല കാര്യങ്ങൾ വെച്ചിട്ട് ഒത്തിരി സന്തോഷിക്കാൻ പറ്റിയ ഒരു സമയം ഈ ഒരു വർഷത്തിൽ കാണിക്കുന്നുണ്ട്. കുട്ടികൾ സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ പാസ്സാവും, മത്സര പരീക്ഷകൾ പാസ്സാവുന്നുണ്ടാവും. അതേപോലെ എൻട്രൻസ് ആ ഒരു 12ാം ക്ലാസ്സിൽ എത്തി നിൽക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും എൻട്രൻസ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എന്തെങ്കിലും ഉണ്ട്, മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ IAS അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ലഭിക്കാനുള്ള സാഹചര്യം കൂടുതലാകുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയം തന്നെയാണ്. അപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിലും അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് സമയമാണെങ്കിലും ഒക്കെ സാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു സമയം എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ളൊരു ബന്ധം വളരെയധികം ഊഷ്മളമാകുന്ന ഒരു വർഷമാണ്. അച്ഛനമ്മമാരും മക്കളും തമ്മിൽ അത്ര നല്ല രീതിയിൽ ഒത്തുപോകാത്ത പല കുടുംബങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള കുടുംബത്തിൽ പോലും അച്ഛനമ്മമാരും മക്കളും തമ്മിൽ നല്ല രീതിയിൽ ഒത്തുപോകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഈ ഒരു വർഷക്കാലത്തിൽ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് കാണിക്കുന്നു. അതേപോലെ തന്നെ പലരും പല കാര്യങ്ങളിലും ഒത്തിരി അതായത് എല്ലാ കാര്യത്തിലും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കൂടി പ്രാധാന്യം നൽകുന്നുണ്ട്. മറ്റുള്ളവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളും അതുപോലെയാണ് കാണിക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് റെവലേഷനാണ്. ഇവിടെ പറയാനുള്ള ഒരു മറ്റു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ പല ചിന്തകൾ, അതായത് ഇനി മുന്നോട്ടേക്ക് എങ്ങനെ പോവും, നിങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങളൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ ഒരു ലക്ഷ്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്, എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു കാര്യത്തിലൊക്കെ നിങ്ങളുടെ ചിന്താഗതി മാറണം. അതേപോലെ പലരെ സംബന്ധിച്ച് നിങ്ങളുടെ ഫിസിക്കൽ അതായത് ശാരീരികമായിട്ട് ചിലപ്പോൾ ചടച്ച ശരീരം അല്ലെങ്കിൽ ഇത്തിരി തടി കൂടുതലുള്ള അമിതമായിട്ടുള്ള വണ്ണമുള്ള ഒരു വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക. ഡയറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് വലിയ രീതിയിൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല, റെഡ് മീറ്റ് കുറവ് കഴിക്കുക, ബീഫ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ റെഡ് മീറ്റ് ശരീരത്തിന് അത്ര നല്ലതല്ല. അപ്പം അത് അഥവാ കഴിക്കുകയാണെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ കഴിക്കുക, പൊതുവെ ഒഴിവാക്കുക. അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ മീറ്റ്, ചില ആളുകൾ വെജിറ്റേറിയനായിട്ട് മാറുന്നുണ്ട് ഈ ഒരു വർഷം. അപ്പോൾ കൂടുതലായിട്ട് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണത്തിലേക്ക് മാറുന്നുണ്ട്. അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്ന ആളുകൾ അതൊക്കെ മാറ്റി, അതായത് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ നാടൻ ഭക്ഷണങ്ങളിൽ കൂടുതൽ കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ കൂടുതൽ ആളുകളും കൃഷിയിലേക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറിയോ അങ്ങനെ എന്തും കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കും കാണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ചില ആളുകൾക്ക് ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ പറഞ്ഞ പോലെ ഡയറ്റ് ശ്രദ്ധിക്കുകയും കുറച്ച് എക്സസൈസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. എന്നിരുന്നാലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ ഒരു മരുന്നോ കാര്യങ്ങളോ ഒക്കെ ഇതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് ചെക്കപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതേപോലെ ഹാർമണി എനർജിയാണ്. ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് എന്ന് നമുക്ക് പറയാവുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്നൊരു വർഷക്കാലം പൊതുവെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സമയമാണ്. ഏറ്റവും കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ മക്കളെ കൊണ്ടിട്ടുള്ള സംതൃപ്തി. അപ്പൊ അത് പലതരത്തിലാവും. ഇപ്പൊ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ഒത്തിരി സന്തോഷം, പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലാത്തവരെ കുട്ടികളെ കൊണ്ട് അഭിമാനം തോന്നുന്ന സാഹചര്യം, ബന്ധങ്ങളിൽ ഊഷ്മളത ഉണ്ടാകുന്നു, വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായിട്ട് അതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിലും നല്ലൊരു സമയം തന്നെയാണ്. എന്നിരുന്നാലും ഏറ്റവും സന്തോഷം കുടുംബ അന്തരീക്ഷത്തിലും പൊതുവെ സമൃദ്ധിയും ഐശ്വര്യവും കുടുംബത്തിൽ നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു സംതൃപ്തി കൂടിയിട്ടാണ് കാണിക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നിടത്ത് സഹായിക്കാൻ ശ്രമിക്കുക. അന്നദാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും ഈ ഒരു വർഷക്കാലം എന്ന് പറയാൻ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.